സാറേ, ബി ജെ പി എല്ലാ കാലത്തും പല തന്ത്രങ്ങളുമായി രംഗത്ത് വരുന്ന പാർട്ടിയാണ്. ഇവരുടെ തന്ത്രങ്ങൾ പൊതുവെ ഫലിക്കുന്നതാണ് നാം കാണുന്നത്. കാരണം ഈ ബി.ജെ.പി രൂപീകരിച്ചിട്ട് വെറും 44 വർഷമല്ലേ ആകുന്നു. അതിനിടയ്ക്ക് തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും വാജ്പേയി, അതോടൊപ്പം തന്നെ മോദിയെല്ലാം പലതവണ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ തന്ത്രങ്ങളുടെ ബലമാണല്ലോ. അതോടൊപ്പം തന്നെ ആ തന്ത്രങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും അവർ പയറ്റിയത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിജയമാണ് ഉണ്ടായത്. കാരണം അവർക്ക് തന്നെ 145 ആണ് അവിടുത്തെ ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം. പക്ഷേ 132 സീറ്റ് അവർക്ക് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് അവർ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വരുന്നു എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പല മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. അപ്പോൾ ഇനി മന്ത്രിമാരെ പുതിയ രീതിയിൽ എത്തിക്കുക, പുതിയ തന്ത്രങ്ങൾ നടത്തുകയാണ്. വീണ്ടും ആ സംസ്ഥാനം കൂടുതൽ രീതിയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടാനുള്ള ശ്രമങ്ങളാണല്ലോ ഇപ്പോൾ അവർ നടത്തി വരുന്നത്. ആ തന്ത്രങ്ങൾ എന്താണ്? BJP ഒരു കേഡർ പാർട്ടിയാണ് കേട്ടോ. അത് വലിയ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതാണ്. ഇതിനൊരു RSSന്റെ ഒരു വലിയ പിൻബലമൊക്കെ ഉണ്ട്. വലിയൊരു ട്രെയിനിങ് ആണ്. ഈ 2 സീറ്റിൽ നിന്നാണ് അവർ വളർന്ന് ഇപ്പോൾ 3-ാം തവണ തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിക്കുകയാണ്. ഇത്തവണ അല്പം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ തവണത്തേനേക്കാൾ ഒരു ചെറിയ ക്ഷീണം ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായി. മഹാരാഷ്ട്രയിൽ ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത് ചില്ലറയല്ല. അവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി തീർന്നു. മഹാരാഷ്ട്രയിൽ വേറൊരു രാഷ്ട്രീയമാണ് എപ്പോഴും ഉള്ളത്. പ്രാദേശിക രാഷ്ട്രീയമുണ്ട്, ശിവസേനയുടെയൊക്കെ. അവിടെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി BJPക്ക് തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അവിടെ ആയിരിക്കും ഇനിയിപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണല്ലോ മുംബൈ. അവിടെ ആയിരിക്കും നമ്മൾ ഇനി വലിയ രാഷ്ട്രീയമായിട്ടെന്നല്ല വലിയ ഉയർച്ച കാണാൻ പോകുന്നത്. BJPയുടെ ഭരണത്തിലെ ഏറ്റവും വലിയ ഉയർച്ച കാണാൻ പോകുന്നത് അവിടെയാണ്. കാരണം BJP പലപ്പോഴും പല തരത്തിലുള്ള പരീക്ഷണങ്ങളും പാർട്ടിയിൽ നടത്തും. ഇപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പുതുമയാർന്ന ഒരു കാര്യമാണ്. ഒരു മന്ത്രിസഭയുടെ കാലാവധി 5 വർഷമാണ്. അപ്പോൾ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒപ്പം 10, 20, 25 അത് ആ സംസ്ഥാനത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് നിയമസഭയിലെ അംഗസംഖ്യ അനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണവും കൂടും. അപ്പോൾ ഈ മന്ത്രിമാരെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു, വകുപ്പ് വിഭജനം നടക്കുന്നു. അവർ 5 വർഷത്തേക്കാണ് ഈ ഭരണം. എന്തോ ഒരു ലോട്ടറി അടിച്ച മാതിരി മന്ത്രിമാരും ഒക്കെ ഈ ചില ഇടങ്ങളിലൊക്കെ ചില മന്ത്രിമാരൊക്കെ അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ ആഹ്ലാദിച്ച് തിമിർത്ത് മതിച്ചിങ്ങനെ നടക്കും. കേരളത്തിലെ കാര്യം തന്നെ നമുക്കത് പറയാം. ഈ പോകുന്ന പോക്കാണ്. പക്ഷെ മഹാരാഷ്ട്രയിൽ BJP ഒരു പുതിയ കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2.5 വർഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ 2.5 വർഷം കൊണ്ട് ഒരാളുടെ പെർഫോമൻസ് മനസ്സിലാക്കും. മോശമാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തും, നല്ല പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ തുടരുകയും ചെയ്യാം. എന്നാൽ വേറെ ചിലർക്ക് അവസരവും കിട്ടണം, അതിനുവേണ്ടി മാറ്റി നിർത്താം. ഇങ്ങനെ അപ്പോൾ ഇവർ പറയുന്നത് എത്ര നിയമസഭാ അംഗങ്ങളുണ്ടോ അവരെല്ലാം മന്ത്രിമാരാകാൻ യോഗ്യരാണ്, അവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലയോ? 5 വർഷത്തേക്ക് എടുത്തു വെക്കും. ഈ 5 വർഷവും ഈ ഒരനങ്ങാപ്പാറയായിട്ട് അങ്ങനെ ഇരിക്കും. അതിനിടയ്ക്ക് പലരുമൊക്കെ ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുറത്തു പോയി കഴിഞ്ഞാലും ഒക്കെ കേരളത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. സജി ചെറിയാൻ കുന്തവും പടച്ചക്രവും ഒക്കെ ആയിട്ട് ഇറങ്ങി ഇടയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു. തിരിച്ച് ഇതെല്ലാം കൊണ്ട് തിരികെ വരികയും ചെയ്തു. EP ജയരാജനും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നപ്പോൾ തന്നെ അവർക്ക് വലിയ മുറുമുറുപ്പും അങ്ങോട്ട് ഒരു വലിയ അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അവരെല്ലാം പിന്നെ തിരിച്ചു വരികയും ചെയ്തു. ഇപ്പൊ തന്നെ കേരളത്തിലുള്ളത് ഈ 2.5 വർഷം കൊണ്ട് മാറ്റി നിർത്തുന്നു ചോദിച്ചാൽ ഈ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് വരുന്നവരുണ്ട് അല്ലെ. അപ്പം മുന്നണിയിലുള്ള എല്ലാ CPയിൽ ആ തർക്കം രൂക്ഷമാണ്. ഘടകകക്ഷികൾക്കെല്ലാം കൊടുക്കണമല്ലോ. ഇപ്പോൾ തന്നെ ആന്റണി രാജുവിന് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ്, അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. 2.5 വർഷം കഴിഞ്ഞപ്പോൾ മാറിക്കൊടുക്കാൻ ഒരു വലിയ പ്രയാസമായിരുന്നു. അടുത്തത് വരേണ്ട ഊഴം എന്ന് പറയുന്നത് ഗണേഷ് കുമാറിനാണ്, അത് കൊടുത്തു. ഇങ്ങനെ അതുപോലെ പിന്നെ വേറൊരാളും ഇതുപോലെ മാറുകയുണ്ടായി.
ദേവർകോവിലാണ് അല്ലേ? ദേവർകോവിൽ മാറി കണ്ണൂരിലെ MLA കടന്നപ്പള്ളി അല്ല. അപ്പം ഈ കടന്നപ്പള്ളിയൊക്കെ ഒറ്റയാൾ പട്ടാളക്കാരന്മാരാണ് അല്ലേ? അതിങ്ങനെ മാറി മാറി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അവർ മാത്രമേ സാധാരണ 2.5 വർഷം കൊണ്ട് മാറുന്നുള്ളൂ. ബാക്കി കേരളത്തിൽ എല്ലാവരും എടുത്തു വെച്ച് കഴിഞ്ഞാൽ 5 വർഷവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2.5 വർഷം കൊണ്ട് മാറ്റി കൊടുക്കണം. അവർക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കും കൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ ഏതാണ്ട് കേരളത്തിൽ ഈ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ മുമ്പ് ഇപ്പം കെ എം മാണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം ധനമന്ത്രിയായിരുന്നിട്ടുണ്ട്. തോമസ് ഐസക് ഇരിക്കുന്നു. പിന്നെ ഇവരുടെയൊക്കെ ധാരണ ഈ ധനമന്ത്രിയാകാൻ ഈ കെ എം മാണിക്ക് ശേഷം പിന്നെ ആരുമില്ല, അല്ലെങ്കിൽ ഐസക്കിന് ശേഷം ആരുമില്ല എന്നൊക്കെയാണ്. ഇതിന് യോഗ്യരായിട്ടുള്ളവര് ഇപ്പം BJP അവിടെ മഹാരാഷ്ട്ര ഘടകത്തിൽ പറഞ്ഞതുപോലെ എല്ലാ MLA മാരും ഏതെങ്കിലും തരത്തിൽ യോഗ്യരാണ് ഓരോ വകുപ്പ് കൈയാളാൻ. അപ്പോൾ ഇവർക്കെല്ലാം അവസരം കൊടുക്കുക, അവരെ കൂടുതൽ പരിചയസമ്പന്നരാക്കുക. 5 വർഷം ഇരിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? അവര് ഈ 5 വർഷം കൊണ്ട് എന്തോ ഒരു സുഖവാസം അനുഭവിച്ചങ്ങ് മാറുകയായിരിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയോ വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ള ഒരു ചിന്ത വെച്ചു പുലർത്തുകയോ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഭരണ തകർച്ചയുണ്ടാകും. കേരളത്തിലാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ? മുഖ്യമന്ത്രി മാത്രം അറിയപ്പെടുന്നുണ്ട്, മുഖ്യമന്ത്രിയും പിന്നെ മരുമകനും ഉണ്ട്. ബാക്കി എല്ലാ മന്ത്രിമാരും നിശബ്ദരാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ അത് ഭരണപരാജയത്തിന്റെ ഒരു തെളിവാണത്. ചിലയിടങ്ങളിലാണെങ്കിൽ മുഖ്യമന്ത്രി ഡൗൺ ആകും, മറ്റു മന്ത്രിമാർ ചില മന്ത്രിമാരങ്ങ് വളരെയധികം കയറി വരും. പിണറായി വിജയന്റെ 1ാം ഭരണകാലത്ത് പിന്നെ ആയിരുന്നല്ലോ കോവിഡ് വന്നത്. പിന്നെ KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്നു. ശൈലജ ആ പ്രശ്നത്തിൽ ആ കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് ദിവസവും വാർത്താ സമ്മേളനം നടത്തി കയറി വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? പിണറായി വെട്ടി നിരത്തി അവിടെ മാറ്റിയിരുത്തി. പിന്നെ പിണറായി ഏറ്റെടുത്ത് വാർത്താ സമ്മേളനം. പിണറായിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു എന്നുള്ളത്. പിന്നെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് തന്നെ കണ്ടു. സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊടുക്കാനായിട്ട് പലതരത്തിലും പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പണ്ട് KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മുദ്രാവാക്യം വരെ അങ്ങനെയാണ് വിളിച്ചത്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്നായിരുന്നു മുദ്രാവാക്യം. അവസാനം എന്ത് പറ്റി? സമയമായപ്പോൾ സംഗതി മാറുകയും ചെയ്തു. അപ്പൊ KK ശൈലജയ്ക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വഴി തെളിയുന്നു എന്ന് മനസ്സിലായപ്പോൾ പിണറായി അത് വെട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചിലരെ അങ്ങ് പ്രതിഷ്ഠിച്ചെടുത്ത് അങ്ങ് വെച്ചിരിക്കുകയാണ്. ഇന്ന വകുപ്പ് ഇന്നാര്. UDF ഇപ്പൊ തന്നെ UDF 2026 അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ധനം ഇന്നാർക്കായിരിക്കും, വനം ഇന്നാർക്കായിരിക്കും, പൊതുമരാമത്ത് ഇന്നാർക്കായിരിക്കും. അങ്ങനെയൊന്നും ഒരു വിഭജിക്കേണ്ട ആവശ്യമില്ല. MLA-മാരായിട്ട് വന്നവർക്കൊക്കെ തന്നെ ഇവർ യോഗ്യരാണ്, അവർ കൈയാളട്ടെ. അതാണ് BJP ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പരീക്ഷിക്കാൻ പോകുന്നത്. അത് ഇവരുടെ ഒരു മൈലേജ് കൂട്ടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ 2.5 വർഷം കൊടുക്കുമ്പോൾ പെർഫോമൻസ് നോക്കുകയാണ്. പിന്നീട് മോശമാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ MLA സ്ഥാനത്തേക്ക് പോലും വരുത്തില്ല. അവിടെ ഈ 33 പേര് പിന്നെ പുതുമുഖങ്ങളാണ് MLA-മാരിൽ. അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഇവിടെ കേരളത്തിൽ നമ്മൾ കാണുന്ന എന്താ? ചില ഇടങ്ങളിലെ ചില സീറ്റ് ഇന്നാർക്കെന്നും പറഞ്ഞങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ്. 5 തവണയും ഒക്കെ ആയിട്ട് മത്സരിച്ച് ജയിച്ചു വരുന്നവരൊക്കെ ഉണ്ടാകും. അത് കൂടുതൽ UDF-ലല്ലേ അങ്ങനെ കാണുന്നത്. മറ്റേ LDF-ലാണെങ്കിൽ 2 ടേം. അതെ, LDF-ലാണ് അങ്ങനെ 2 ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു പാർട്ടി ചിട്ട അനുസരിച്ചാണ്. ചില സമയങ്ങളിൽ ഇളവ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ പിന്നെ 2021 പിണറായി വിജയൻ ചെയ്തത് ആ ഒരു ഇതോടുകൂടിയൊന്നും അല്ല മാറ്റിയത്. പിണറായി വിജയന്റേതായ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിതെളിച്ചതാണത്. അപ്പൊ ഈ മഹാരാഷ്ട്രയിൽ BJP എടുത്തിരിക്കുന്ന തീരുമാനം എന്തുകൊണ്ടും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്നത്, എല്ലാ പാർട്ടിക്കും മാതൃകയാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അപ്പൊ BJP-യുടെ ഒരു വലിയ പരീക്ഷണമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. പരീക്ഷണമെന്നല്ല, ഇത് സക്സസ് ആകും എന്നുള്ളതും ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.